ഹലോ. അപ്പം നവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ അമ്പലത്തിലൊക്കെ സദ്യ അന്നദാനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അമ്പലത്തിലെ സദ്യ കേട്ടോ. അപ്പം അത് നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിലും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇവിടെ കുറേ അമ്പലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ എന്താ പറയുക അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പം അന്നദാനം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഇതൊക്കെ ആണല്ലോ പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇല്ല കേട്ടോ, ഞാൻ മാത്രം. പിന്നെ ഞാനും മോള് ഇന്നലെ ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ച് പയ്യോളി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം വെറുതെ ഫുഡ് ഉണ്ടാക്കി ടൈം കളയുന്നതിലും ഭേദം അമ്പലത്തിൽ ഫുഡ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടി ഉണ്ട്, അവിടെ ഉണ്ടാവും അമ്പലത്തിൽ. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അമ്പലത്തിലെ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. എപ്പോൾ എവിടെ ഏത് അമ്പലത്തിൽ പോയാലും അങ്ങനെ ഒരു ഫീല് ഉണ്ടാവാറുണ്ട്. എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നു. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ എവിടെയല്ല, നമ്മൾ ആഴകുടി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും മോളും പ്രഭയൊക്കെ മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അവിടെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പോകുന്നത്. അപ്പം അധികം സമയം വൈകാതെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തൊക്കെയാണെന്ന് കാണാം. പിന്നെ അതിൻ്റെ ഇടയിൽ അതാട്ടോ മറ്റേ മീരാൻ്റെ താഴെയുന്നതാ നല്ലൊരു കറിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു മസാലക്കറിയാണിത്. ഇത് ഞാനുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനുമോള് ഈ കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മീരാൻ്റെ ഞാനും ഇവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് സത്യത്തിൽ കൊണ്ടു തന്നത്. അപ്പോൾ എന്തായാലും ഞാനും ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു വന്നാലും ഞാൻ കറി വാങ്ങിച്ച് വെച്ചു കേട്ടോ. അമ്പലത്തിൽ ചെന്നതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അത്രയ്ക്കും വലിയ ക്യൂ ആയിരുന്നു. കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സാമ്പാറും അതുപോലെ പൈനാപ്പിൾ പച്ചടിയും നല്ലൊരു ശർക്കര പായസവും നെയ്പായസമില്ലേ അതും അതുപോലെ ക്യാബേജും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ചിറങ്ങുന്നേരം ക്യൂവിനൊരു കുറവില്ല, നല്ല ക്യൂ തന്നെയാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബായ്.